വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഇത് കർക്കിടകത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കർക്കിടകത്തിൽ മാത്രമല്ല അല്ലാത്ത സമയത്തും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എള്ളും അവലും കപ്പലണ്ടി എന്നിവ കൊണ്ടാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ നല്ലത് തന്നെയാണ് കഴിക്കുന്നത്. എല്ലിന് ബലം വയ്ക്കാനും രക്തക്കുറവിനും എന്നിവയ്ക്ക് വളരെ നല്ലതാണ്. ആർദ്ര സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഇത് കഴിക്കുന്നത് മൂലം വളരെ നല്ലതാണ്. അപ്പം ടീനേജായ കുട്ടികൾ കഴിക്കുന്നത് ഇത് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എള്ള് എടുത്തിട്ടുണ്ട്. 2 കപ്പ് എള്ളാണ് എടുത്തിരിക്കുന്നത്. എള്ള് നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം. കാരണം ഇതിൽ ധാരാളം അഴുക്കും കല്ലുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് കഴുകി 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക. എള്ള് നമുക്ക് അറിയാം ധാരാളം കാൽസ്യം, മഗ്നീഷ്യം, അയണും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലുകൾക്കും രക്തക്കുറവും ഉള്ളതും വളരെ നല്ലതാണ്. ഇത് കൊളസ്ട്രോൾ, BP, ബ്ലഡ് ഷുഗർ എന്നിവ കുറയ്ക്കാനും വളരെ നല്ലത് തന്നെയാണ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ക്യാൻസറിനെ ചെറുക്കാനുള്ള കഴിവും ഉണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഈ വെള്ളം വാരാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനൊരു അരിപ്പയിലാണ് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു തുണിയിലിട്ട് അത് അങ്ങനെ തുടച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലിട്ട് ഫാനിൻ്റെ അടിയിൽ വെക്കുകയോ വെയിൽ കൊള്ളിക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അരിപ്പ പാത്രത്തിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തുണി കൊണ്ട് തുണച്ചെടുക്കുകയാണ്. ഒരു ടവൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള തുണി കൊണ്ടോ തുടച്ചെടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ഇതിൽ വെള്ളം പോകാൻ വെക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതൊന്ന് വെള്ളം പോയതിന് ശേഷം നമുക്കിതൊന്ന് തുടച്ചെടുക്കാം, നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇനി എടുത്തിരിക്കുന്നത് കരിപ്പെട്ടിയാണ്. കരിപ്പെട്ടി ഇതാണ് കേട്ടോ ഈ കരിപ്പെട്ടി പല ശർക്കരയും ഉണ്ട്. അപ്പം കരിപ്പെട്ടി കിട്ടിയില്ല എങ്കിൽ ഈ ഒരു ശർക്കര നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ കരിപ്പെട്ടി എടുക്കുമ്പോഴാണ് കൂടുതലും നല്ലത്. കരിപ്പെട്ടിയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. ബ്ലഡ് കുറവുള്ളവർക്ക് വളരെ നല്ലതാണ്. അപ്പം ഇത് ഒരു 1/2 കിലോ ആണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത്. 1/2 കിലോ ഇതില്ലെങ്കിൽ സാധാരണ ശർക്കര 1/2 കിലോ എടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അവലെടുത്തിട്ടുണ്ട്. അവൽ 2 കപ്പാണ്. 2 കപ്പ് എള്ളിന് 2 കപ്പ് അവലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അവൽ ബ്രൗൺ അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെള്ള അവലും ബ്രൗൺ അവലും ഉണ്ട്. ബ്രൗൺ അവലെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അത് 2 തരത്തിലുണ്ടാവും. കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതും ഉണ്ടാവും. കട്ടി കൂടിയതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കുക. അപ്പോൾ ഇത് നമുക്കിങ്ങനെ എടുത്ത് നോക്കുമ്പം അറിയാം, കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് പൊടിഞ്ഞു വരുന്നത്. ചൂടുണ്ടാവും. അപ്പോൾ സൂക്ഷിച്ച് ചെയ്ത് നോക്കുക. ഇതുണ്ട്, ഇത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഒരു നല്ലൊരു സ്മെല്ലും വരും ഇത് നന്നായിട്ട് വറുത്ത് വരുമ്പം. അപ്പോൾ ചെറു തീയിലിട്ട് വറുക്കാൻ നോക്കുക. ഇത് ആയി വന്നിട്ടുണ്ട്. ഇത് നോക്കി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഈ സമയത്ത് നമ്മളുടെ കരിപ്പെട്ടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാ കട്ടകളെല്ലാം മാറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒറ്റനൂൽ പരുവമൊന്നും ആവണ്ട, നന്നായിട്ട് തിളച്ച് വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മൾ വാരാൻ വെച്ചിരുന്ന എള്ള് ഇട്ടിട്ടുണ്ട്. എള്ള് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ചെറു തീയിലിട്ട് തന്നെ വറുത്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ആ വെള്ളമയമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി ചെറു തീയിലിട്ട് വറുത്തെടുക്കുക. എള്ള് കഴിക്കുന്നത് ടീനേജ് പിള്ളേർക്ക് വളരെ നല്ലതാണ്. ആർദ്ര സമയത്തുള്ള ക്രമക്കേടുകൾക്ക് എല്ലാത്തിനും എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൽ ധാരാളം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽസ്യവും മാഗ്നീഷ്യവും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്നും വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് കാണുമ്പോൾ അറിയാം ഇത് പൊട്ടി വരുന്നത്. ആ ഒരു പാകത്തിലാണ് കേട്ടോ ഇത് എള്ള് പാകമായി എന്നറിയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ നമുക്ക് ഇത് കണ്ടു ഓരോന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിന് മാറ്റി വെക്കാം. അപ്പം ഇത് ഒരുപാട് ഒരുപാട് കൂടിയ തീയിലിട്ട് വറുക്കരുത്, കുറഞ്ഞ തീയിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഇപ്പോൾ ഞാനിത് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി.
അഥവാ അങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അഥവാ ആവശ്യമില്ലെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പം നന്നായി പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി വേണ്ടത് നിലക്കടലയാണ്, കപ്പലണ്ടി. അപ്പോൾ ഇത് വറുത്ത കപ്പലണ്ടിയാണ് കേട്ടോ. പിന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3/4 കപ്പോളം ബദാം എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാഷ്യൂ അവൈലബിൾ ഉണ്ടെങ്കിൽ കാഷ്യൂ എടുക്കാം. അപ്പം ഇനിയൊരു വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബദാം ഇട്ട് കൊടുക്കുകയാണ്. ബദാം ബുദ്ധിശക്തിക്ക് വളരെ നല്ലതാണ്, കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം കപ്പലണ്ടി നന്നായി വറുത്തത് കൊണ്ടാണ് ഞാൻ ആദ്യം ഇടാത്തത്. അപ്പോൾ അതേ ബദാം നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പോളം ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ, ആ വെള്ളമയം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു ടൈമിൽ നമുക്ക് ഇത് നിർത്താവുന്നതാണ്. ഇളക്കി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം ആ വെള്ളമയമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ഓൾറെഡി വറുത്തതായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വറുക്കാത്തതാണെങ്കിൽ ആദ്യം തന്നെ ഇട്ട് എടുക്കുക. നെയ്യിൽ ആദ്യം തന്നെ കപ്പലണ്ടി ഇട്ട് വറുക്കുക, അതിനുശേഷം ബദാം ഇട്ട് വറുക്കുക, അതിനുശേഷം നാളികേരം ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തതായതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കണം കേട്ടോ. കാരണം എന്തെങ്കിലും ഓർഗാനിക്കാണ്, എന്നാലും എന്തെങ്കിലും അഴുക്കോ പൊടിയോ ഉണ്ടെങ്കിൽ അതൊന്ന് എന്തായി മാറാനാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതേ നന്നായിട്ട് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം. ആ ഒരു ശർക്കരയും ആ ഒരു തേങ്ങയും കപ്പലണ്ടിയും ബദാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് ടൈമൊന്നും ഇട്ടിട്ട് ഇളക്കേണ്ട, കാരണം ഒറ്റനൂൽ പരുമാതിരി ഇത് കട്ടയായിപ്പോവും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ എള്ളിട്ട് കൊടുക്കുകയാണ്. എല്ലാം തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ശർക്കരയിൽ കിടന്ന് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചെറു തീയിൽ വെച്ച് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരുവിധം എന്തായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവലിട്ട് കൊടുക്കാം. അപ്പോൾ അവൽ നമ്മൾ ആദ്യം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവൽ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ ഒരു ശർക്കരപ്പാനി ഈ ഒരു അളവിൽ കറക്റ്റായിരിക്കും. ഞാൻ അവസാനം കാണിച്ചു തരാം. നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതുണ്ടോ, കറക്റ്റായി വന്നിട്ടുണ്ട്. ആ ഒരു ശർക്കരയുടെ പാനിയൊക്കെ നന്നായിട്ടൊന്ന് അബ്സോർബായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും പിന്നെ ഏലക്ക പൊടിച്ചതും കൂടിയാണ് ഏകദേശം ഒരു ടീസ്പൂൺ കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ചുക്കും ഏലക്കയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ പൊടിച്ചത്. ഇപ്പോൾ ഇതേ നമ്മളുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയായ ഒരു റെസിപ്പി തന്നെയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കുന്നത് നല്ലതാണ്. രക്തക്കുറവുള്ളവർക്ക് കഴിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഇത് ഡെയിലി 1-2 സ്പൂൺ വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഭക്ഷണത്തിന് ശേഷം, രാവിലെ ഭക്ഷണത്തിന് ശേഷം ഇത് കഴിക്കുക. ഈ വൈകുന്നേരം കഴിക്കാതിരിക്കുക. കൂടുതലും രാവിലെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിവികാസത്തിനും എല്ലുകളുടെ ബലത്തിനും ഓർമ്മശക്തിക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ നല്ലൊരു കർക്കിടക സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.